മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട എന്ന സ്ഥലത്ത് ഒരു 2390 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഏകദേശം 4 ബെഡ്റൂമും ഒരു ഹാള്, ഒരു കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് ഏകദേശം കീ ഹാൻഡ് ഓവറിങ് സ്റ്റേജിലേക്ക് നിൽക്കുവാണ്. തികച്ചൊരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ വീട് നിലനിൽക്കുന്നത്. ഏകദേശം 1 ഏക്കർ അടുപ്പിച്ച് വരുന്നൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി കൊള്ളുന്നത്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. കാട്ടാക്കടയിൽ നിന്നൊരു 2 കിലോമീറ്റർ മാറിയാണ്, പൂവച്ചൽ റൂട്ടിലാണ് ഈ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആക്ച്വലി സൈറ്റ് ഈ ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു, ഒരു സ്ലോപ്പിംഗ് രീതിയിലായിരുന്നു ചെയ്തത്. അത് വീടിൻ്റെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഈ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മൾ ലാൻഡ് ഡെവലപ്മെൻറ്റൊക്കെ ചെയ്ത് എടുത്താണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ഗേറ്റാണിത്. ഏകദേശം ഈ 1 ഏക്കർ വരുന്ന ഏരിയ കവറപ്പാവുന്ന ഈ പ്ലോട്ടിൻ്റെ മെയിൻ എൻട്രൻസാണ് ഈ കാണപ്പെടുന്നത്. അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത്, ഈ ഗേറ്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് പ്ലോട്ടിലേക്കുള്ള വഴി ക്രിയേറ്റ് ചെയ്തത്. അതായത് വീട് ഇരിക്കുന്ന സ്ഥലത്തോട്ടുള്ള വഴി ക്രിയേറ്റ് ചെയ്താണ്, ഡെവലപ്മെൻറ്റ് ഫുള്ളി ചെയ്താണ് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ടെമ്പററി കാർ പോർച്ചൊക്കെ വേണമെങ്കിലും ഈ വീടിൻ്റെ മുമ്പിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു സൗകര്യം കൂടെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടത്തേക്കും കൂടെ ഒരു റോഡ് ഡെവലപ്മെൻറ്റ്, പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു എലിവേഷൻ വ്യൂ റെഡിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്. ഒരു മോഡേൺ കണ്ടംപററി വിത്ത് ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക്, അതായത് ഒരു സ്ലാൻഡിങ് ഷെയ്ഡും അതുപോലെ മേളിലേക്ക് ഒരു സ്ലാൻഡിങ് സ്ലോപ്പും ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ സ്ലോപ്പൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ തീർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് കോളം ബീമും വിത്ത് പ്ലിന്ത് ബീമുമാണ് ഇതിൻ്റെ മെയിൻ ഫൗണ്ടേഷൻ. അത്യാവശ്യം നല്ല ഹാർഡ് സ്ട്രാറ്റയാണ് ഇവിടുത്തെ മണ്ണ്. കാരണം ഇതിനും പൊക്കത്തിലായിരുന്നു ഇവിടുത്തെ ഭൂമിയുടെ ഒരു ലെവൽ. പിന്നെ ആ ഭൂമിനെ ഏകദേശം ഒരു 1.2 മീറ്റർ ടു 1.5 മീറ്റർ വരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെപ്ത് ചെയ്തെടുത്തിട്ടാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. എർത്ത് വർക്കൊക്കെ അത്യാവശ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ളൊരു ഭൂമിയായിരുന്നു ഇത്. അപ്പം ഏകദേശം ഒരു 1 മീറ്ററോളം ഡെപ്തിലാണ് കോളത്തിനുള്ള ഫൗണ്ടേഷൻ്റെ ഡെപ്ത് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലോട്ടാണ്. ഗസ്റ്റ് ലിവിങ് ഒരു കോമൺ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ ഒരു കോട്ടയാട് ഒരു പ്രൊവിഷൻ പോലെ ഒരു അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ഗ്ലാസ് ലൈറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ദെൻ മേളിൽ ഒരു ജാളി ബ്രിക്കിൻ്റെ ഒരു വർക്ക്, ദെൻ ഒരു റൂഫ് പർഗോളയുടെ വർക്കും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്തി വൈസിലുള്ള ഒരു ഹാളും വിത്ത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണിത്. ഫോൾ സീലിംഗ് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ യൂണിറ്റ് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒതുക്കി ഒരു സൈഡിൽ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ്, എല്ലാവർക്കും ഗസ്റ്റിന് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നേരെ എൻട്രി പോകുന്നത് ഒരു വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസിലാണ്. അതിവിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് വിത്ത് മോഡുലാർ കബോർഡ് വർക്ക് തുടങ്ങിയവ ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചൺ ഇതിലെ വൈറ്റ് ടൈപ്പ് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിന് വേണ്ടിയിട്ട്. ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് എൻട്രി ആയിട്ട്. നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിവിശാലമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു ഡ്രസ് ഏരിയ, ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, എല്ലാ സൗകര്യത്തോടു കൂടി ഒരു വലിയൊരു ടോയ്ലറ്റാണ്.
അതുപോലെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്ന വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് എല്ലാം ജോൺസൺ RAK മോഡൽ ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാളിൽ നിന്ന് വേറൊരു എൻട്രിയാണ് ബെഡ് 2ലേക്ക് വരുന്നത്. ഇത് അത്യാവശ്യം ഒരു പാരൻസ് റൂം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം വളരെ വിശാലമായിട്ടുള്ളൊരു ലെങ്തി വൈസും സ്പേസ് വൈസായിട്ടും നല്ല രീതിയിൽ സൗകര്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഹോളിൽ നിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് വളരെ സ്ഥലം നഷ്ടപ്പെടുത്താതെ ഒതുക്കി ഒരു സൈഡിലാക്കിയാണ് സ്റ്റെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ SS ഹാൻഡ് റെയിലിൻ്റെ ഗ്ലാസ് വിത്ത് ഹാൻഡ് റെയിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. SS ഹാൻഡ് റെയിൽ 304 ഗ്രേഡിൽ വരുന്ന SS ഹാൻഡ് റെയിലാണ്. 16 mm ഗേജ് ഉള്ള ഒരു മെറ്റീരിയലാണിത്. അതുപോലെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ആ ഹോളിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു വാൾപർഗോള വിത്ത് ഗ്ലാസ് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതിൽ നിന്നും ഡയറക്റ്റ് വെളിച്ചം ഫസ്റ്റ് ഫ്ലോറിലേക്ക് അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും കിട്ടുന്ന രീതിയിലുള്ളൊരു പോയിന്റിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ കാണുന്നതൊരു ലിവിങ് ഏരിയയാണ്. ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണിത്. അവിടെ നിന്നും നമുക്ക് ഒരു സീൻ ബിലോ ഏരിയയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സീൻ ബിലോ താഴത്തേക്ക് നോക്കാനും അതൊരു വേറൊരു വെറൈറ്റി ആയിട്ട് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സീൻ ബിലോ താഴത്തെ സ്ഥലത്ത് നാച്ചുറൽ ലൈറ്റ് കിട്ടാനായിട്ട് റൂഫ് പർഗോള ജാളി ബ്രിക്കിൻ്റെ വർക്ക് താഴെ കാണാൻ പറ്റും. അല്ല അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് വിൻഡോയും കാണാൻ പറ്റുന്നതാണ്. ഗസ്റ്റ് റൂമിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബാൽക്കണി ആണ് ഇവിടെ. പ്രൈവറ്റ് ബാൽക്കണി വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇതിൽ ഓപ്പൺ സ്പേസിൽ ടഫൺ ഗ്ലാസ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പുറത്ത് ഓപ്പൺ സ്പേസിലും ടഫൺ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ മഴവെള്ളം വീഴത്തതുമില്ല, അതുപോലെ പ്രകാശം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഫ്രണ്ടിൽ SS ഹാൻഡിൽ വിത്ത് ഗ്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മുമ്പിലുള്ളൊരു ഫ്രണ്ട് യാർഡായിട്ട് വരുന്നത്. ഈ ഫ്രണ്ട് പോർഷൻ ഡെവലപ്പ് ചെയ്ത് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വഴിയും ഫ്ലാറ്റ് സ്ലോപ്പായിരുന്നു. അതിനെ കറക്റ്റ് സ്ലോപ്പായിട്ട് വണ്ടി കയറുന്ന രീതിയിലാക്കി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ലാൻഡിനെ. നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഫ്രണ്ട് യാർഡായിരിക്കും. ഇൻ്റർലോക്കൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് വളരെ അതിവിശാലമായിട്ടുള്ളൊരു ഫ്രണ്ട് എൻട്രൻസും അതുപോലെ ഒരു ഫ്രണ്ട് മുറ്റമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറി വരുമ്പോൾ 2 റൂമിലേക്കുള്ള എൻട്രി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ളൊരു എൻട്രൻസാണിത്. ഓപ്പൺ ടെറസിൽ വെളിയിലേക്ക് ഒരു കോമൺ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നമുക്ക് ഇവിടെ ഈ ഓപ്പൺ ഏരിയയിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വാഷ് ഏരിയ ഒരു സൗകര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ. അപ്പം ഔട്ടറിൽ മേളിലും താഴെയായിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ ഒരു പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് വളരെ അനിവാര്യമാണ്. അത് കൺസെപ്റ്റിലാണിത് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു വാഷ് ഏരിയ, ഒരു ക്ലോസറ്റ്, കുളിക്കുന്ന സൗകര്യമൊക്കെ കണക്കാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ടോപ്പ് ടെറസിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അത് അത്യാവശ്യം നമുക്ക് പേടിയില്ലാതെ കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള റൂഫ് സ്ലാബ് അതുപോലെ സ്ലോപ്പിംഗ് റൂഫും ഒക്കെയാണ്. ക്ലേ ഓടാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ വാട്ടർ ടാങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് താഴേക്ക് ഡബിൾ ഹൈറ്റിലേക്ക് വരുന്ന കോർട്ട്യാർഡിലേക്ക് കൊടുത്തിരിക്കുന്ന റൂഫ് പർഗോളയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എപ്പോഴും കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു അൺഈവനായിട്ടുള്ള ലാൻഡ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്കിതുപോലെ വിശാലമായിട്ടൊരു ഡെവലപ്പ് ചെയ്തെടുത്താൽ
നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു വീട് നമുക്ക് സ്വപ്നം യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. ഇപ്പോൾ പല ആൾക്കാരും ലാൻഡ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് വീടൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീട് നമുക്ക് നമ്മുടെ ലാൻഡ് അത്യാവശ്യം ഇപ്പോൾ ഇത് പണ്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ആ എസ്റ്റേറ്റിന് ആണ് നമ്മളിപ്പോൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിൽ ചെയ്ത് ഇത്രയും ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടൊരു വീട് പ്രാവർത്തി വെക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സൗകര്യത്തോടു കൂടിയുള്ളൊരു വീടൊക്കെ വെക്കാവുന്നത് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയയിലൊക്കെ അത്യാവശ്യം പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കമ്പനിയുടെ ടെക്നിക്കൽ സ്റ്റാഫുകൾ വന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസും സൈറ്റ് വിസിറ്റ് ചെയ്യുകയും അതിനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ വീടിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ വീടിന് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളും ഈ വീടിൻ്റെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ഇന്നോവേറ്റ് ബിൽഡേഴ്സിൻ്റെ പേജസ് ഫോളോ ചെയ്യുക. ഡൗട്ട്സുകളും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. സൈറ്റ് വിസിറ്റും കാര്യങ്ങളുണ്ടെങ്കിലും ഡീറ്റെയിൽസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരും വരെ ഗുഡ് ബൈ.